ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. ഒരു മീൻ കറിയാണ്. ഞങ്ങൾ ഒരിക്കലും മേടിച്ചിട്ടില്ലാത്ത ഒരു മീനാണ് ഇന്ന് ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നത്. ചെറിയ മത്സ്യങ്ങളാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം. എന്തായാലും വാളമീനാണ് കൊണ്ടുവന്നത്. 1 കിലോഗ്രാം ഉണ്ടായിരുന്നു. ഞാനതിൽ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. ബാക്കി കറി വയ്ക്കാമെന്ന് കരുതി. അതിനാവശ്യമുള്ള എണ്ണയൊക്കെ ഒഴിച്ചു. ഇതിന് ഒത്തിരി നെയ്യുള്ള മീനായതുകൊണ്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ചേർത്തിട്ടുള്ളൂ. ഒരു അര സ്പൂണോളം കടുകും 1 സ്പൂണോളം ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളകും അതുപോലെ കുറച്ച് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങ് ചുമക്ക വരെ വറക്കണ്ട, ഒന്ന് നല്ലതായിട്ട് വഴന്ന് കിട്ടിയാൽ മതി. എണ്ണ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് പുകയാതെ ചട്ടി പുകയാതെ നോക്കുകയും വേണം. ഇനി ഇതിലേക്ക് ഒരു 4-5 സ്പൂണോളം മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. 1 സ്പൂണോളം മല്ലിയും അതുപോലെ ഒരു ചെറിയ സ്പൂണ് ഉലുവാപ്പൊടിയും ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ല വറ്റൽമുളക് വാങ്ങി കഴുകി ഉണങ്ങി പൊടിച്ച് വെച്ച മുളക് പൊടിയാണ്. അതുപോലെ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം തന്നെ നമ്മൾ വെളിയിൽ നിന്നും വാങ്ങിച്ച് മഞ്ഞൾ ഇപ്രാവശ്യം കുറച്ചേ ഉള്ളായിരുന്നു. ബാക്കി മഞ്ഞളും കൂടെ വാങ്ങിച്ച് പൊടിപ്പിച്ച മഞ്ഞളാണ്. ഒരു കൊഴുപ്പിനായിട്ട് ഞാനൊരു ചെറിയ സ്പൂണ് ഫിഷ് മസാലയും കൂടി അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ അല്പം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂൺ ഉപ്പ് എടുത്തുള്ളൂ. അരപ്പിനകത്തേക്ക് ഞാൻ തിളച്ച വെള്ളം എടുത്ത് ഒഴിച്ചത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3-4 കഷ്ണം കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിക്കണം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിമൊക്കെ നമുക്ക് കുറച്ച് വെച്ചാൽ മതി. പതിവില്ലാതെ വലിയൊരു ചട്ടിയാണ് അടുപ്പ് വെച്ചിരിക്കുന്നത്. തിളച്ച് വന്ന മസാലക്കൂട്ടിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പുളിയൊക്കെ ഇപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് തന്നെ ഈ മീൻ കഷ്ണങ്ങളിലേക്ക് അരപ്പ് നന്നായിട്ട് പിടിച്ചോളും. ഫുഡിലൊക്കെ ചില്ലറ ക്രമീകരണങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് മസാലയും വെളിച്ചെണ്ണയും എല്ലാം കുറച്ചാണ് ചേർത്തത്. ഈ മത്സ്യം ശരിക്കും പറഞ്ഞാൽ നല്ല നെയ്യുള്ള മീനാണ്. അതുകൊണ്ട് പലരും പറയുന്നത് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് വയ്ക്കുന്നതാണ് നല്ലതെന്ന്. പക്ഷേ ഫ്രൈ ചെയ്യാതെ വെച്ചിട്ടും എനിക്കൊരു കുഴപ്പവും തോന്നുന്നില്ല. അപ്പോൾ നല്ല സൂപ്പർ വാളക്കറി റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചാൽ ഇത് പൊടിയത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഫ്രൈ ചെയ്യാതെ വെച്ചിട്ടും അല്പം പോലും മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാളമീൻ കറി റെഡി ആയിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ലതാണിത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.